അവസാനത്തെ മാസത്തിലാണ് നമുക്ക് അന്ന് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 11 മാസം കർത്താവ് അത്ഭുതകരമായി നമ്മെ കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു. ദൈവത്തിന്റെ കൃപ നാം അനുഭവിച്ചു. ഈ അവസാനത്തെ മാസം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് അല്പം കൂടി അടുത്ത് വരുവാൻ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി നമുക്ക് ഈ മാസത്തിന്റെ ചില ദിവസങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വേർതിരിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുവാനും നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയോട് സഹായം ആരംഭിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പകൽക്കാലം ഞങ്ങൾ സന്നിധിയിൽ കടന്നു വരാം. ഈ കഴിഞ്ഞ 11 മാസം ഈ ലോകത്തിൽ വിവിധങ്ങളായ സാഹചര്യങ്ങൾ, സംഭവങ്ങൾ, പല വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, രോഗങ്ങളൊക്കെ ഞങ്ങൾക്ക് ബാധിക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് അതിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ചു. ദൈവകൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങൾ പോയ യാത്രകളിൽ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അവിടുത്തെ അനേകമായ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ ഓർത്ത് ഇന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ വരുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വിശുദ്ധിയോടും ഭയത്തോടും ഭക്തിയോടും കൂടി കർത്താവിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ആരാധിക്കുവാൻ ആത്മാവിൽ ഞങ്ങളെ ഒരുക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇന്ന് പകൽക്കാലം കീബോർഡ് വായിക്കുവാൻ ജെയ്സനെ ദൈവം സഹായിക്കണമേ. ഗാനങ്ങൾ ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് പാട്ടുകൾ പാടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവവചനത്തിൽ കൂടി സംസാരിക്കുവാൻ ജസ്റ്റിനെ ദൈവം അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം മാനുഷികമായ ശബ്ദമല്ല, പരിശുദ്ധാത്മാവ് ഞങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ദൂത് നിങ്ങളുടെ ദാസനെ കൂടി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അത് ചെയ്യുന്ന ഓരോ വ്യക്തിയെയും അവിടുത്തെ ആത്മാവ് മുഖാന്തരം ശക്തീകരിച്ച് ബലപ്പെടുത്തുന്നതിനായി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. Praise God. Praise God. I am very happy to see Brother Jason in our midst. I will introduce him later on, and he will be playing the keyboard and helping us in our worship. And Brother Wilson is going to lead us in songs today. Amen. ആരാധനയുടെ അനുഗ്രഹത്തിനായി പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം. ഒന്നാമത്തെ ആദ്യമായിട്ട് നമ്മൾ പാടാം, സ്തുതിപ്പീൻ സ്തുതിപ്പീൻ, എന്നും സ്തുതിച്ചിടുവീൻ യേശു രാജാതി രാജാവിനെ. ഈ പ്രാർത്ഥനത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ അമേൻ അമേൻ. ഈ രാവിലെ സമയം നമ്മൾ പാടുമ്പോൾ ഹല്ലേലൂയ, അത് നമ്മുടെ ജീവനും ഭക്തിക്കും ആരാധനയ്ക്കും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് വായുകളെ തുറന്ന് നമുക്ക് ദൈവത്തെ ഈ രാവിലെ ആരാധിക്കാം. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാതി രാജാവിനെ. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാതി രാജാവിനെ. ഈ പാർക്കലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർക്കലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ
ഒരു പാട്ടോട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാടിലും ഈ ആഗ്രഹിച്ചുണ്ട്. ജീവിതത്തിന്റെ ചൂടേറിയ അനുഭവത്തിൽ ആമേൻ താൻ സ്നേഹിച്ചതായ ആമേൻ ഏറ്റവും അധികം സ്നേഹിച്ചതായ ഒരു വ്യക്തി തന്നെ വിട്ടുപോയപ്പോൾ ആമേൻ ആ ദൈവദാസൻ ടി.ഡി. ബാബു എന്ന് പറയുന്ന ദൈവദാസൻ എഴുതിയ ഒരു ഗാനമാണെന്ന് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാടിലും യാഗിനിക്കുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലും ആമേൻ പ്രാവർത്തികമാണ്. എന്നെ അറിയുന്നവൻ ഞാൻ, എന്റെ കർത്താവാണ്. അത് കഴിഞ്ഞാൽ ഞാനാണ്. എന്റെ കർത്താവാണ്. എന്നെ ആരും അറിഞ്ഞില്ല എങ്കിലും എന്റെ ദൈവം എന്നെ അറിയും. നമുക്ക് അത് ധ്യാനിച്ചുകൊണ്ട് പാടുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവന്, നമ്മുടെ ശരീരത്തിലൊക്കെ അതിലൊരു പവറാണ്. അവൻ പാട്ട് പാടുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു പവറാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അന്ത്യവരെയും ആമേൻ ആ ശക്തിയിലാണ് നമ്മൾ മുന്നേറുന്നത്. കഷ്ടമുണ്ട്, ഭാരമുണ്ട്, വേദനയുണ്ട്, ചൂടേറിയ അനുഭവങ്ങളുണ്ട്, മരണനിഴലിന്റെ താഴ്വരയുണ്ട്. എങ്കിലും നാം തളർന്നു പോകാത്തത് അങ്ങയുടെ ദയ. ആ കാരണം അവൻ എന്നെ അറിയുന്നു. ഒരുമിച്ച് പാടാം. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാടിലും യാഗിനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാടിലും യാഗിനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാടിലും ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഗിനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഗിനിക്കുണ്ട്. താനിടറാതെ കല്ലിൽ തട്ടാതെ കല്ലിൽ തട്ടാതെ ആങ്ങിയെടുക്കും ആനന്ദം. എന്നെ അറിയാം, എന്നെ നടത്താം എല്ലാ നാടിനും യാഗിനിക്കുണ്ട്. എന്നെ അറിയാം, എന്നെ നടത്താം എല്ലാ നാടിനും യാഗിനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഗിനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഗിനിക്കുണ്ട്. കീഴും നല്ല ഇടയൻ ഓടിലെത്തിയൻ വീട്ടിലെത്തിക്കും. തേടിയെത്തിയും നല്ല ഇടയൻ ഓടിലെത്തിയൻ വീട്ടിലെത്തിക്കും. എന്നെ അറിയാം, എന്നെ നടത്താം എല്ലാ നാളിലും യാഗിനിക്കുണ്ട്. എന്നെ അറിയാം, എന്നെ നടത്താം എല്ലാ നാളിലും യാഗിനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും
Hallelujah. Thank you, Jesus.
We praise the name of God. Glory, hallelujah, hallelujah. Thank you, Jesus. Thank you, Jesus. Praise the name of God. We worship the name of God. Thank you, Thank you, Lord. Thank you, Lord. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. അതേസമയം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലിരിക്കുമ്പോൾ അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ. അങ്ങയുടെ ദാസനെ അതിനായി ശക്തീകരിക്കണമേ. എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് കർത്താവെ അഭിഷേകത്തോടുകൂടെ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ സകല വേളയ്ക്കായി ജീവൻ വെടിഞ്ഞ കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. മഹാപരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ രാജാവേ, യേശുപ്പച്ചാങ്ങയുടെ പൊന്നുപ്രവൃത്തിക്ക് വിശ്വസിന്റെ പകൽക്കാലം അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാനടികൾ ഈ പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ ഏകാഗ്രതയോടെ അങ്ങയെ സ്തുതിപ്പാൻ അങ്ങ് ആരാധന ഗ്രഹിച്ച് അങ്ങയുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്ന് ഗ്രഹിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാൻ ഈ പകൽക്കാലടികളെ സഹായിക്കുമാറാകണമേ എന്ന് വാക്ക് പറഞ്ഞാൽ മാറാത്തവെന്നുള്ള ഉറപ്പും ധൈര്യവും പ്രാപിച്ച് ഓരോ നിമിഷവും അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ കർത്താവടികളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവൻ കർത്താവെ ആയിരുന്നിടത്തൊക്കെയും അങ്ങയുടെ കരുതലും കാവലും കൂടി ഇരുന്ന് നടത്തിയതിനായി നന്ദി കർത്താവെ. ഈ പകൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു കർത്താവെ. അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം തരുവാന് എല്ലാ കാലത്തും ആശ്രയിപ്പാനുള്ള നല്ല സങ്കേതത്തിൽ ആശ്രയം വെക്കുവാന് ഈ പകൽക്കാലടികളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ചന്റെ വചനം വായിക്കും പോലെ അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായ അവരുടെ മുഖം ലജ്ജിപ്പാൻ അനുവദിക്കാത്ത ഒരു ശ്രേഷ്ഠനെ അടികൾ ആരാധിക്കുന്നതായതിനാൽ ധൈര്യത്തോടെ അങ്ങയുടെ സന്നിധിയിൽ പകൽക്കാലമായിരിക്കുന്നു കർത്താവെ. അത്യുന്നത അങ്ങയുടെ മറവിൽ വസിപ്പാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് പകൽക്കാലം ഇവിടെയായിരിക്കുന്ന ഓരോ മക്കളെ അങ്ങയുടെ മുറിഞ്ഞ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. അപ്പച്ച അങ്ങ് ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥ ചെറുതും വലുതുമായ ഹാലലി അവസ്ഥകളെ അറിയുന്ന ദൈവമേ, അതിനമേ പ്രവർത്തിപ്പാൻ അങ്ങയുടെ കരം ഉയർന്നതായിരിക്കാൻ വീര്യം പ്രവർത്തിക്കുന്നതായിരിക്കാൻ നന്ദി പിതാവേ. ഹാലലി കടന്നു വന്നതുപോലെയല്ല കർത്താവേ. ദൈവിക സമാധാനം അനുഭവിച്ചവരായി ദൈവിക സംതൃപ്തി പ്രാപിച്ചവരായി കടന്നു പോകുവാൻ ഓരോ ജീവിതങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ ഓരോ ശുശ്രൂഷയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ ശുശ്രൂഷയ്ക്കും നേതൃത്വം കൊടുക്കുന്ന ഹാലലി ദൈവദാസന്മാരെ ദൈവമക്കളെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ അഭിഷേകത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഈ പകൽക്കാലം ഓരോരുത്തരുടെ മേലും അഭിഷേകം പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദൈവസഭ നിൽക്കുന്ന ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിച്ചാട്ട് കർത്താവേ അങ്ങയുടെ ദൈവദാസനെ കുടുംബമായി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ മക്കളെ അവിടുന്ന് ഹാലലി ധാരാളമായിട്ട് ഈ ദിവസങ്ങളിൽ അനുഗ്രഹിച്ച് സഹായിച്ചു വഴിനടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാട്ടിലായിരുന്ന ദൈവദാസനെ ഈ സമയത്ത് കുടുംബമായി ഓർത്തുകൊണ്ട് സഹായിച്ചാട്ട് കർത്താവേ. ദൈവകൃപയിൽ അടികളെ എല്ലാവരെയും നിലനിർത്തണമേ. ഹാലലി ഗസ്റ്റായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിച്ചാട്ട് അടിയോടൊപ്പം അവരെ അവിടുന്ന് സഹായിച്ചാട്ട് യേശുവിൻ തിരുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് വളരെ
പരിചയമുള്ള ഒരു സങ്കീർത്തനം, 34-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതി എപ്പോഴും എൻ നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതി എപ്പോഴും എൻ നാവിന്മേലുണ്ട്. എന്റെ ഉള്ളം യാതിൽ പ്രശംസിച്ചിടുന്നു, എന്റെ ഉള്ളം യാതിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. Praise God. Psalm 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിരുന്നില്ല. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുകയും അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. മക്കളെ വന്നെനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരും. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിർത്തിയെയും കാത്തുകൊള്ളുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാരും ശിക്ഷ അനുഭവിക്കുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിരുന്നില്ല. ഇന്ന് നമുക്ക് ലജ്ജിക്കാത്ത സാക്ഷികളായി ദൈവത്തിന്റെ സന്നിധി കടന്നു വരുവാൻ ദൈവം നമ്മെ നടത്തി. നമ്മുടെ അനർത്ഥങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ചു. നമ്മുടെ പ്രയാസ പ്രതികൂലങ്ങളെ അകറ്റി ദൈവം അസംഖ്യങ്ങളാകുന്ന നന്മകൾ നമുക്ക് ചെയ്തു. കർത്താവേ, ഇന്ന് വീണ്ടും ഞങ്ങൾ തിരുസന്നിധിയിൽ കടന്നു വരുന്നു. അവിടെ ഞങ്ങളെ സഹായിച്ച വിധങ്ങളെ കുറിച്ച് ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, എണ്ണിയാൽ ഞങ്ങൾക്ക് എണ്ണി തീരാത്തവണ്ണം നിരവധിയായ നന്മകളെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതുകൊണ്ട്, കർത്താവ് വിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തിയതുകൊണ്ട്, ദൈവ കൃപയിൽ ഞങ്ങളെ നിലനിർത്തിയതുകൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനത്തിൽ കൂടി നീ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ആലോചനകൾ അവിടുത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. Praise the Lord. Please be seated in the presence of God. God has given us another day to come into His house and to worship Him and to exalt Him and to give Him thanks that is due unto His name. Amen. Praise God. Amen. This morning I am very delighted that we have so many more people worshiping with us, brothers and sisters, and they are here. They have been here earlier with
with the nothing but Jesus work. With that, our Bhavina Mall is doing, Bindu sister is doing, Saji brother is doing, and they are together doing a lot for the glory of God and to bring people into His kingdom. Amen. And I believe Amen. nothing but Jesus group is really impacting others, and I Amen. can see that here. Amen. I thank God for Amen. all that the Lord is accomplishing through us and through our brothers and sisters. And this morning, I am delighted to introduce Brother Jason Morgis, and I know he has been here earlier, and this is, I believe, the first time I personally met him, and he is very talented, as you already saw, with the keyboard and the music, and which our church needs and which our church lacks. And we are going to pray for you going forward. We will be remembering you and your family. And he has family. I believe that he has his wife and 3 children. 3 children. They are not here with us now today, but we invite you with your family to be in this church. And may God continue to bless you and use you for His glory and for His kingdom. And then we have Brother Saji's friend with Joy's children, Hannah, Sarah, Nathan. And they are Bhavina's friends, and they've been doing sleepover. And I hope I got their names right. Did I get their names right? Okay. And we wanted to welcome you Amen. to this church. And Amen. Bhavina, do you want to introduce us, say something about them? Later. Later, she will. Yeah. So I met Hannah and Sarah about like a year ago You at come a. here. Huh? Yeah, let's come here. Praise God. Hallelujah. So I met Hannah and Sarah about a year ago at a birthday party from another person who goes to Nothing But Jesus, and actually they were the very first members of Nothing But Jesus. And they've seen Nothing But Jesus grow incredibly. I've seen them grow incredibly through their spiritual lives, and they've helped me with my spiritual growth too. And I'm so glad to have them as my friends. They're wonderful, wonderful people, and I just love them so much. Amen. Amen. Hallelujah. And I'm very delighted again to see how God is using Bhavina Mall. And she is a Bible teacher. She's teaching the epistle of James and some other epistles. And I wanted to come and sit in the class one day. Maybe, I will come and sit in the class one day. God is turning her into a useful vessel. And God can use, you don't have to be 35 for God to use you. We can be 5 and God uses. And we are very delighted. I know Sister Bindu and Brother Saji take a lot of time to make the Nothing But Jesus and that group to function, and they take a lot of time and effort, spend a lot of money. May God bless them abundantly. I know everything that we do here will grow the kingdom of God. Amen. That is ultimately, the aim is to grow the kingdom of God. Yes. Not ourselves to grow, but we have to grow in some ways, but ultimate aim is the kingdom of God should expand and grow. And this morning I will give a few minutes for if anyone wanted to share a word of testimony. I asked Brother Jason if he wanted to come up here and say something. He declined, and it is open. And if you wanted to come here and say a few words, that's fine. Anyone wanted to say a few words, please take your time.
Jesus. So, my name is Hannah, as I was introduced. I'm glad to be a part of MPJ and having met Jacinti, David, Uncle, and Valina. They've been a huge blessing into our lives and in our family. And our spiritual growth has also changed, like how we grew and how we see the Bible now, like how we grow with each other in spiritual, in Christly unity, and how we are there for each other. And I'm glad to be here this morning. Praise God. Amen. Hallelujah. Jesus. Well, I think we are right on schedule, and I just will take a moment to say that God has given us a house here in Pony, and thank God for that. And last this Friday, we did all the closing, and Chaim and Lavina Mo and Justin and Wilson brother and Vinny's sister and mother Amachi. I call you Amachi, but so we all got together and we said a small prayer and we started our cooking in the house, but not big deal. But one day we'll invite you all one day there, and we have a nice time. And God, we wanted to use that house for God's glory and for the work of God. Now, I believe Sister Bindu is singing a song. We'll take the offering at this point. പാടും ഞാൻ പരമേശ്വരനു സദനം എന്റെ പാപമെല്ലാം പോകിയത് പാടും ഞാൻ പരമേശ്വരനു സദനം പാടും ഞാൻ പരമേശ്വരനു സദനം എന്റെ പാപമെല്ലാം പോകിയത് പാടും ഞാൻ പരമേശ്വരനു
മറവിൽ നമ്മെ ആക്കിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഇന്നയോളം നമ്മളെ കൊണ്ടുവന്ന കർത്താവ്, ഇന്നയോളം നമ്മളെ നടത്തിയ ദൈവം, ആ ദൈവത്തെ നമുക്ക് ഇന്ന് രാവിലെ കടന്നു വന്ന് ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവിനല്ലോ. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നു. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, ഈ നല്ല ഞായറാഴ്ച പകൽക്കാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥാ, അപ്പ നിന്റെ വരവ് താമസിച്ചത് കൊണ്ട് ഒരു പ്രഭാതം കൂടെ കടന്നു വന്ന് സ്വർഗത്തിലെ അപ്പച്ചനെ ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ദൈവം ഒരുക്കിയ വൻകൃപയ്ക്കായി സ്തോത്രം. ഒന്നുകിൽ ഞങ്ങളുടെ മരണം, അല്ലെങ്കിൽ അപ്പച്ചന്റെ വരവ് ഇത് ഭൂമിയിൽ സംഭവിക്കാൻ തന്നെ ചെയ്യും. ആമേ, ഓരോ ദിവസവും ഞങ്ങൾക്ക് തരുന്നത് ദാനമാണെന്നും ബോണസാണെന്നും അറിഞ്ഞുകൊണ്ട് മുന്നേറുവാനുള്ള ദൈവകൃപ അടിയങ്ങൾക്ക് തരുമാറാകണമേ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നല്ല പാട്ടുകൾ പാടി ദൈവമേ ഞങ്ങൾ നിന്നെ ആരാധിച്ചല്ലോ. നല്ല ബൈബിൾ സ്റ്റഡി ഞങ്ങൾക്ക് തന്നല്ലോ. ആമേ, ക്രിസ്തുവിന്റെ ഒക്കെ വായിക്കുവാൻ തന്റെ മകനെ നീ അവിടെ ഒരുക്കിയല്ലോ. എല്ലാ കുഞ്ഞുങ്ങൾ കൂടി കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ഞങ്ങളെ, ആമേ, സാക്ഷികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇത്രത്തോളം നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ആക്കിയ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഹല്ലേലൂയ. അനേക വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിപ്പാനുണ്ട്. ആമേൻ, രോഗികളുണ്ട്, ഈ പട്ടണത്തിൽ അനേക ക്യാൻസറാൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവേ, ദൈവമേ, പലവിധമായ ദുഃഖത്തിലും വേദനയും കടന്നു പോകുന്നവരുണ്ട്. ആമേൻ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന മാതാപിതാക്കന്മാരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഈ സഭയായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ കൂടെ വാച്ച് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ രാവിലെ സമയം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവരായിരിക്കുന്ന ഇടങ്ങളില് കർത്താവേ, ദൈവമേ, അവരെ സഹായിച്ചു കൊള്ളുമാറാകണമേ. അവരുടെ ഏത് ആവശ്യങ്ങളായിരുന്നാലും ദൈവം അതിന്മേൽ പ്രവർത്തിപ്പാൻ ശക്തനാണ്. കർത്താവിന്റെ വചനം പറയുന്നത്, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. അവന്റെ നിഘണ്ടുവിൽ അസാധ്യമൊന്നൊരു കാര്യമില്ല. ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, വലിയവനായ ദൈവത്തിന്റെ ആമേൻ സന്നിധിയുടെ ആവശ്യങ്ങൾ അറിയിപ്പാൻ കർത്താവേ, എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം. അതിന്റെ എല്ലാ ആമേൻ അവസാനത്തെ ആമേൻ പൈസ വരെയും ആ ഒരു വരെയും കർത്താവേ നിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി ഉപയോഗിക്കുവാൻ ദൈവം കൃപ ചെയ്യണം. കർത്താവേ, ചർച്ചിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ചിന്റെ അതിനെ നീ വിസ്താരിക്കണം. അനേക ഇവിടെ കടന്നു വരണം. അനേക സ്നാനങ്ങൾ അപ്പാ ഞങ്ങൾ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. അനേക സ്നാനങ്ങൾ ഈ പട്ടണത്തിൽ നിന്ന് തന്നെ ദൈവമേ ഈ ചർച്ചിൽ ഉണ്ടാകുവാൻ നീ ഇടയാകണം. ഈ പോണി സിറ്റിയെ ഞങ്ങൾ അവകാശം പ്രാർത്ഥിക്കുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ദൈവത്തിന്റെ വചനമാണ്, വാഗ്ദത്തമാണ്. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ തെക്കിലോടും വടക്കിലോടും ആമേൻ പടിഞ്ഞാറോടും കിഴക്കിലോടും പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തെ അറിയാത്ത വ്യക്തികള് ഈ ഭൂമിയുടെ പ്രദേശത്ത് അനേകർ കടന്നു വരുന്നുണ്ട്. അപ്പാ, ഈ ദിവസങ്ങളിൽ അവരോടൊക്കെ സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം ഈ ചർച്ച് ഒരു മുഖാന്തരമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനും ആമേൻ കുടുംബമായി ഒരു പുതിയ ഭവനം കൊടുത്ത ദൈവത്തിന്റെ അനുഗ്രഹമായി തീരട്ടെ. അവർക്ക് അനുഗ്രഹമാകട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. വീണ്ടും മാനിച്ചു കൊണ്ടുമാറാകണമേ. നാട്ടിലായിരിക്കുന്ന ജോട്ടോസ് പാസ്റ്ററെ കുടുംബമായി ഓർക്കുന്നു. നടക്കുന്ന വിവാഹ ശുശ്രൂഷയൊക്കെ പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ. എല്ലാം ഭംഗിയായും ചന്തമായും ഉചിതമായും ദൈവം നിറവേറ്റി കൊടുക്കുമാറാകണമേ. ജീവിപ്പിക്കുന്ന വചനം, ജീവനുള്ള വചനം, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന കർത്താവിന്റെ വചനം, കർത്താവിന്റെ നാമമായ വചനം, അവിടുത്തെ ശ്വാസമായ വചനം കേൾക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവനും ഭക്തിക്കും അത് ചൈതന്യമുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. ആ ചൈതന്യം ഞങ്ങളുടെ കർത്താവേ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുവാൻ തക്കവണ്ണം കർത്താവ് ചെയ്യണം. ഈ സ്ഥിതിയിലുള്ള എല്ലാ സഭകളെയും ഞങ്ങൾ ഓർക്കുന്നു. സഭകൾ ഈ ദിവസങ്ങളിൽ അവരുടെ ദൗത്യം മനസ്സിലാക്കിക്കൊണ്ട് ആമേൻ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, അനേകരെ ഒരുക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണം. പ്രാർത്ഥനയും യാതൊരു കർത്തവ്യ സ്തോത്രം യേശു ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ. Amen. Amen. Praise God. Now it is the time for us to listen from the Word of God, and our dear brother Justin Emmanuel is the one speaking to us from God's Word, and he is not new to us. And welcome.
ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ എല്ലാവരുടെ മുൻഭാഗം നിൽക്കുവാൻ, വിശേഷാൽ ജയ്സനോടുകൂടിയും പ്രിയ കുഞ്ഞുങ്ങളോടുകൂടിയും എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അല്പസമയത്തിന്റെ ചിന്തയിലേക്ക് നാം വചനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ബൈബിൾ ക്വിസ് ഞാൻ ആ ടീനേജേഴ്സിനോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ രാജാവിന്റെ പേര് പറയാമോ? ദ ഫസ്റ്റ് കിങ് ഓഫ് ഇസ്രായേൽ, ദ കിങ്ഡം ഓഫ് ഇസ്രായേൽ. The first king. Yes. Then second king. Yes, exactly. So, നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഈ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നാണ് നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കാനായിട്ട് പോകുന്നത്. പാസ്റ്റർ ഇന്ന് രാവിലെ ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മീൻസ് ഫീഡ്ബാക്സിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. സോ ദൈവം തന്റെ ഈ രണ്ട് ദാസന്മാരെ കുറിച്ചുള്ള, രണ്ട് രാജാക്കന്മാരെ കുറിച്ചുള്ള, ദൈവത്തിന്റെ മിനിസ്റ്റേഴ്സ് ആയിരുന്ന, ദൈവത്തിന്റെ ദാസന്മാരായിരുന്ന ഈ രണ്ട് രാജാക്കന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ, ചരിത്രത്തിൽ ദൈവം കൊടുത്ത ഫീഡ്ബാക്സ് എന്തൊക്കെയാണ്? ഇതാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ചോദിച്ചു, we need a king to rule us. ഞങ്ങൾക്കൊരു ലീഡറിനെ വേണം. സോ ദൈവം എന്ത് ചെയ്തു? ദൈവം അവർക്ക് രാജാക്കന്മാരെ ഒരുക്കി കൊടുത്തു. സോ ദൈവം തന്റെ കാലാകാലങ്ങളിലായി തന്റെ മിനിസ്ട്രി മുന്നോട്ട് പോകുവാനായി, തന്റെ രാജ്യം, തന്റെ മക്കൾ, തന്റെ സ്വന്തം വാഗ്ദത്ത മക്കളെ മുന്നോട്ട് നയിക്കാനായി കാലാകാലങ്ങളിലായി ദൈവം ഓരോ ലീഡർഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുവന്നു. ആ ലീഡർഷിപ്പിൽ ജഡ്ജസ് ഉണ്ടായിരുന്നു, അതിനുശേഷം രാജാക്കന്മാർ വന്നു. ആദ്യം ശൗല് വന്നു, അതിനുശേഷം ദാവീദിനെയും നമുക്ക് കാണാം. ആദ്യം ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ഒരു രാജാവാണ് ശൗല്. പക്ഷെ ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവത്താൽ അഭിഷേകം ചെയ്ത വ്യക്തിയായിരുന്നു ശൗലെങ്കിലും തന്റെ ജീവിതത്തിൻ്റെതായ ചില പോരായ്മകൾ നിമിത്തം, ചില പ്രശ്നങ്ങൾ നിമിത്തം ദൈവം ഒരു ഫീഡ്ബാക്ക് ശൗലിന് കൊടുത്തിട്ട് ശൗലിനെ മാറ്റി നിർത്തിയിട്ട് he brought another king called David. സോ ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് ദൈവം അവർക്ക് കൊടുത്ത ഫീഡ്ബാക്ക്? ആ ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് എന്ത് ലെസൺസ് നമുക്ക് പഠിക്കാൻ പറ്റും? എപ്പോഴും പാസ്റ്റർ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, ദൈവദാസന്മാരെ കുറിച്ചുള്ള അവരുടെ നല്ല പാതകളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ആ പാതകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മുൻപേ പോയവരുടെ ജീവിതത്തിൽ ഉണ്ടായ കുറവുകളിൽ നിന്ന് ലെസൺസ് ഏറ്റെടുത്ത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാനായിട്ടും കഴിയും. സോ ഇന്ന് പകൽക്കാലം അല്പസമയത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടി 1 ശമൂവേൽ 15-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. 1 Samuel chapter 15 verse 22 to 24. Yes, 15 verses 22 പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും കന്യയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം വിദ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശൗൽ ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ടു, അവരുടെ വാക്കനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ചും പാപം ചെയ്തിരിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, അല്പസമയം കർത്താവേ അങ്ങയുടെ തിരുവഴുത്തുകളുമായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ ശൗലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു ഫീഡ്ബാക്ക് ആണ് നമ്മളിവിടെ വായിച്ചത്. ആ വായിച്ച വാക്യത്തിലൂടെ നമുക്ക് ഒന്നുകൂടെ കടന്നു പോകാം.
22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, Has the Lord has a great delight in burnt offerings and sacrifices as in obeying the voice of the Lord. So ശൗൽ എന്ത് ചെയ്യുന്നുണ്ട്? സാക്രിഫൈസസ് ചെയ്യുന്നുണ്ട്, ബേൺഡ് ഓഫറിങ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ശൗലിനോട് ദൈവം ചോദിക്കുകയാണ്, ഞാൻ ഇതിലാണോ സന്തോഷിക്കുന്നത്, അതോ ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ശബ്ദത്തെ obeying the voice of the Lord, ഏതാണ് ഇമ്പോർട്ടന്റ്? ശൗലിന്റെ ജീവിതത്തിൽ പറ്റിയ ഒന്നാമത്തെ തെറ്റാണ് നാം അവിടെ കാണുന്നത്. He failed to obey the voice of the Lord. ദൈവം ശൗലിനെ, ഒരു കഴുതയെ അന്വേഷിച്ചു പോയ ഒരു ശൗലിനെ ദൈവം ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റിയെങ്കിലും തന്റെ ജീവിതത്തിൽ ആ ഒരു ദൈവത്തിന്റെ മിനിസ്ട്രിയിലായിരുന്ന ശൗല് ദൈവത്തോടുള്ള when he failed to obey the voice of the Lord, അവിടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം സംഭവിക്കാനായിട്ട് ഇടയാകുന്നത്. പ്രിയ ദൈവമക്കളെ, God commanded Saul to completely destroy the Amalekites. പക്ഷെ സംഭവിച്ചത് എന്താ? അവിടെ ഒരു പാർഷ്യൽ ഒബീഡിയൻസ് ആയിരുന്നു അവൻ ചെയ്തത്. ഒരു ഫുൾഫിൽ ആയിട്ടുള്ള, ഒരു മുഴുവനായിട്ടുള്ള ഒരു അനുസരണം സംഭവിക്കേണ്ടിയിരുന്നിടത്ത് ശൗൽ എന്ത് ചെയ്തു? ഒരു പാർഷ്യൽ ആയിട്ടുള്ള ഒബീഡിയൻസ് അവിടെ സംഭവിക്കുവാനായിട്ട് ഇടയായി. രണ്ടാമത് പറയുകയാണ്, he failed to pay attention and being serious with the word of God. ഇങ്ങനെ പറയുകയാണ്, behold, to obey is better than sacrifice and to heed than the fat of the rams. അവൻ എന്ത് ചെയ്തു? He failed to pay the attention to the word of God. മൂന്നാമത്, he was so rebellious towards the word of God. And fourth, he was stubborn to the word of God. And നാലാമതായിട്ട് പറയുകയാണ്, he rejected the word of God. വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട്. പ്രിയ ദൈവമക്കളെ, ഇതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാനായിട്ട് ഉള്ളത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില കാഴ്ചപ്പാടുകൾ തന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വിഷൻ ദൈവം തന്നിട്ടുണ്ട്. ചില പ്രകാശനങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ദൈവം നമ്മളെ അനോയിന്റ് ചെയ്തു, ഒരു പൊസിഷനിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കാലാകാലങ്ങളിൽ we became unfaithful. നമ്മുടെ ഫോക്കസ് മാറി. ദൈവം നമ്മളെ എന്തിനാണോ ആക്കി വെച്ചിരിക്കുന്നത്, ദൈവം എന്തിനാണ് നമ്മളെ വിളിച്ചത് എന്ന് നാം മറന്നുപോയി. മറ്റു പലതിലേക്കും ഫോക്കസ് മാറിപ്പോയപ്പോൾ ഇവിടെ പറയുകയാണ്, he failed to obey the voice of the Lord. പ്രിയ ദൈവമക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര ദൈവശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പലപ്പോഴായി നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? Sometimes we fail to obey the voice of the Lord. അതിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ നമ്മൾ മറന്നുപോകും. നമ്മൾ അതിനെ ദൈവശബ്ദത്തോട് നാം പലപ്പോഴും എന്ത് ചെയ്യും? റിബൽ ചെയ്യും. നമ്മൾ stubborn ആയി മാറും. ആമേൻ. ദൈവത്തിന്റെ വചനത്തെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? തള്ളിക്കളയും. എന്തിനു വേണ്ടി? ജനത്തിന്റെ ഒരു ജനം നമ്മളെ സ്വീകരിക്കാനായിട്ട് വേണ്ടി. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ മിഷനോ വിഷനോ അവിടെ മാറ്റം വരുന്നില്ല. ഇസ്രായേൽ മക്കളെ ദൈവം, വാഗ്ദത്ത ജനമായ ഇസ്രായേൽ മക്കളെ ദൈവം ഒരിക്കലും മാറ്റി നിർത്തത്തില്ല. പക്ഷേ when Saul become disobedient to the God, when he become a failure, what happened? ദൈവം അവനെ മാറ്റി വെച്ചിട്ട് ഒരു ദാവീദിനെ ഇതിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നാം ദൈവസന്നിധിയിൽ ഡിസൊബീഡിയന്റ് ആകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ദൈവം നമ്മളെ മാറ്റിവെക്കും. എന്നിട്ട് ഒരു ഡേവിഡിനെ ദൈവം കൊണ്ടുവരികയാണ്. ഡേവിഡിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, he was a man after God's own heart. അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. ദാവീദിനെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ, ദാവീദ് എവിടെയാണെന്ന് ഓർക്കണം. ആരാലും അറിയപ്പെടാതെ, ഒരു വ്യക്തിയാൽ പോലും തിരിച്ചറിയാതെ
ഒരു കാട്ടിൽ അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ദാവീദിനെ വിളിക്കുന്നത്. എന്നിട്ട് ദാവീദിനെ കുറിച്ച് സാക്ഷ്യം പറയുക, ശൗലേ നീ പരാജയപ്പെട്ടു, ഞാൻ നിനക്കൊരു മിഷൻ തന്നതായിരുന്നു, എന്റെ വേല ഞാൻ നിന്നെ ഏൽപ്പിച്ചതായിരുന്നു, പക്ഷെ നീ അവിശ്വസ്തനായതുകൊണ്ട് ഇതാ ഞാനൊരുവനെ തേടുന്നു. അവൻ കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാ, പക്ഷേ he is a man after my own heart. എന്റെ ഹൃദയത്തെ അറിഞ്ഞ ഒരു മകൻ എനിക്കുണ്ട്, അവനെ ഞാൻ ഈ വേലയെ ഏൽപ്പിക്കും. പ്രിയ ദൈവമക്കളെ, നാം അവിശ്വസ്തരാകുമ്പോൾ നാം ചിന്തിക്കണം, നാം ദൈവത്തോട് റിബൽ ചെയ്യുകയാണ്. ദാവീദിനെ കുറിച്ച്, ദാവീദ് കാട്ടിൽ കിടന്നപ്പോൾ ആരാലും അറിയപ്പെടാത്ത ചില കാലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ആരാലും നാം അറിയപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരും നമ്മളെ തിരിച്ചറിയാതെ പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഏകാന്തതയുടെ നടുവിലും കാട്ടിലായിരിക്കുമ്പോഴും ആടുകളുടെ ഇടയിലായിരിക്കുമ്പോഴും, if you are faithful, God will honor that. നാം എവിടെയാണ് എന്നുള്ളതല്ല, നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നാം ആയിരിക്കുന്ന ഇടത്തിൽ ദൈവത്തിന്റെ വിളിയോട് നാം വിശ്വസ്തരാണെങ്കിൽ, ദൈവസന്നിധിയിൽ ദൈവത്തോട് നാം ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ, നാം എവിടെയാണെന്ന് പറഞ്ഞാലും ആരാലും അറിയപ്പെടാതിരുന്നു എന്ന് പറഞ്ഞാലും നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. കാട്ടിലാടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവസന്നിധിയിൽ ദാവീദ് കരഞ്ഞ ഒരു കണ്ണുനീരും ദൈവം കാണാതിരുന്നില്ല. തന്റെ അപ്പനോ തന്റെ സഹോദരങ്ങളോ ദാവീദിന്റെ കണ്ണുനീരോ ദാവീദിനുള്ള കോളിങ്ങിനെയോ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ദൈവം ദാവീദിന്റെ വിശ്വസ്തതയെ കാണുവാനായിട്ടിടയായി. എന്നിട്ട് സർവശക്തനായ ദൈവം ദാവീദിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്, I found somebody, a man after God's own heart. He was a very young when God chose David. ദൈവം ദാവീദിനെ വിളിക്കുമ്പോൾ അവൻ വളരെ ഒരു യങ്സ്റ്റർ ആയിരുന്നു, ഒരു ടീനേജർ ആയിരുന്നു. ദാവീദിനെ അഭിഷേകം ചെയ്യുവാനായിട്ട് ദൈവം ശമൂവേൽ പ്രവാചകനെ അയക്കുമ്പോൾ തന്റെ അപ്പനോട് തന്റെ മക്കളെയൊക്കെ കൂട്ടി വരുത്താൻ പറഞ്ഞപ്പോഴും ദാവീദിനെ അവരാരും കൗണ്ട് ചെയ്തില്ല. അവൻ കാട്ടിൽ ആടുകളോടുകൂടിയായിരുന്നു. പക്ഷേ ദൈവം ദാവീദിന്റെ പ്രായത്തെ ദൈവം എന്ത് ചെയ്തില്ല, കണക്കിട്ടില്ല. ശമൂവേൽ ചെന്നപ്പോൾ തന്റെ സഹോദരങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഇവനാണ് ദൈവത്തിന്റെ അഭിഷക്തൻ എന്ന് ശമൂവേൽ ചിന്തിച്ചു. പറയുകയാണ് അതിന്റെ 7-ാമത്തെ വാക്യം, 16-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, But the Lord said to Samuel, do not look at his appearance or at his physical stature. സഹോദരങ്ങളെ കണ്ടപ്പോൾ സഹോദരങ്ങളുടെ ഫിസിക്കൽ ആയിട്ടുള്ള സ്റ്റേച്ചർ ഒക്കെ കണ്ടപ്പോ ശമൂവേൽ എന്ന് വിചാരിച്ചു, ഇവനെ ആയിരിക്കും ദൈവം തെരഞ്ഞെടുത്തത്. പക്ഷെ ദൈവം നോക്കിയത് ഫിസിക്കൽ സ്റ്റേച്ചർ അല്ലായിരുന്നു. ദൈവം നോക്കിയത് അപ്പിയറൻസ് അല്ലായിരുന്നു. ദൈവം നോക്കിയത് ഭാഷാ ശൈലി അല്ലായിരുന്നു. ദൈവം നോക്കിയത് അവന്റെ പ്രായത്തെ അല്ലായിരുന്നു. ദൈവം കണ്ടത് ദാവീദിന്റെ ഹൃദയത്തെ ആയിരുന്നു. ആമേൻ. ദാവീദിനെ കുറിച്ച് ദൈവം പറയുകയാണ്, അവന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെന്ന്. ആമേൻ. ദാവീദ് ഗോലിയാത്തും തമ്മിലുള്ള ആ ഒരു ഇൻസിഡന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗോലിയാത്ത് ഫെലിസ്തീയ സൈന്യം ഇസ്രായേൽ രാജ്യത്തിന്റെ ടെറിട്ടറിക്കകത്ത് കടന്നു വന്ന് ഇസ്രായേലിനെതിരെ വെല്ലുവിളിക്കുകയാണ്. ആരെങ്കിലും ഒരുവൻ എന്റെ നേരെ വരാനുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞങ്ങൾ എല്ലാവരും, നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഞങ്ങളെ നശിപ്പിച്ചു കളഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും നിനക്ക് അടിമകളാകാം, ഇല്ലെങ്കിലോ നിങ്ങൾ എല്ലാവരും എനിക്ക് അടിമകളാകണം, ഫിലിസ്ത്യർക്ക് അടിമകളാകണം. വീണ്ടെടുക്കപ്പെട്ട് വാഗ്ദത്തം പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായ ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് ഇസ്രായേലിൽ വന്നുകൊണ്ട് ശത്രു ആമേൻ വെല്ലുവിളിക്കുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എനിക്കെതിരെ നിൽക്കാനുണ്ടെങ്കിൽ. എല്ലാവരും ഭയപ്പെട്ടു നിൽക്കുമ്പോൾ, ഒരാൾ പോലും മുന്നോട്ട് വരാനില്ലാതിരുന്നപ്പോൾ ദൈവം ദാവീദിനെ അവിടേക്ക് അയക്കുകയാണ്. ദാവീദ് മുന്നോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഹിയർ ഐ ആം, ഞാൻ വരാം,
പ്രിയ ദൈവമക്കളെ, എവിടെ നിന്നാണ് ആ ഒരു കോൺഫിഡൻസ് ദാവീദിന് കിട്ടിയത്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? അവൻ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് ദാവീദ് ഇരുന്നത് കൊണ്ട്, അപ്പന്റെ ഹൃദയം അറിയാവുന്നവനാണ് ദാവീദ് എന്നതുകൊണ്ട്, തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വെല്ലുവിളി തന്റെ ദൈവത്തിന് നേരെ നീട്ടുന്നത് കണ്ടപ്പോൾ ദാവീദിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ദാവീദ് എന്തു പറഞ്ഞു? ഞാൻ ചെല്ലാം. എന്താണെന്നറിയോ? ദാവീദിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ മുന്നോട്ട് പോയാൽ എന്റെ ദൈവം എന്റെ കൂടെ വരും. കാരണം ഞാൻ മുന്നിൽ നിൽക്കുന്നത് എന്റെ പേരിനോ എന്റെ പ്രശസ്തിക്കോ എന്നെ കാണിക്കാനോ അല്ല. ഞാൻ മുന്നിൽ നിൽക്കുന്നത് എന്റെ ദൈവത്തെ ഉയർത്താൻ വേണ്ടിയാ. എന്റെ ദൈവത്തിന്റെ പേര് ഇവിടെ എല്ലാവരും ഡിഫൈൻ ചെയ്യുമ്പോൾ എനിക്കിത് കണ്ട് സഹിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുകയില്ല. എനിക്ക് മുന്നോട്ട് വന്നേ പറ്റത്തുള്ളൂ. ദാവീദ് മുന്നോട്ട് ചെന്നു. അവൻ വളരെ ഇംപേഷ്യന്റ് ആയിരുന്നു. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ അപ്പന്റെ ഹൃദയം അറിഞ്ഞ ദാവീദ് അപ്പന്റെ ജീവിതം, അപ്പന്റെ പേരിനെ ഡിഫൈൻ ചെയ്യുന്നത് കണ്ടപ്പോൾ ദാവീദിന് പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല. ഹി വാസ് സോ ഇംപേഷ്യന്റ്. ദാവീദ് മുന്നോട്ട് ചെന്നിട്ട് പറഞ്ഞു, അവൻ എന്റെ ദൈവത്തിന്റെ നാമത്തെ നിന്ദിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ദാവീദിനെ അവരെല്ലാവരും കളിയാക്കി, ദാവീദിനെ അവരെല്ലാവരും കുറ്റം പറഞ്ഞു, ദാവീദിനെ അവരെല്ലാം കളിയാക്കി. നീയാണോ എന്നെ നശിപ്പിക്കാനായിട്ട് വരുന്നത്? നീ എന്താ, നീ ഒരു പട്ടിയെ ഓടിക്കാൻ വരുന്ന പോലെ ഒരു വടിയൊക്കെ എടുത്തിട്ടാണോ എന്നെ ഓടിക്കാനായിട്ട് വരുന്നത്? ദാവീദ് പറഞ്ഞു, എന്റെ കൂടെ ഉള്ളവൻ, ആമേൻ, എന്റെ കയ്യിൽ വലിയ ശക്തികളൊന്നുമില്ലായിരിക്കും, നീ നോക്കുമ്പോൾ എന്റെ കയ്യിൽ കാണാൻ ഒന്നുമില്ലായിരിക്കും, പക്ഷെ എന്റെ കൂടെ ആരുണ്ട്? എന്റെ കൂടെ ദൈവമുണ്ട്. ആമേൻ. ദാവീദിന് ആ വിശ്വാസം എവിടെ നിന്ന് കിട്ടി? പ്രിയ ദൈവമക്കളെ, ദാവീദിന്റെ ആ വിശ്വാസം ദാവീദിന് വന്നു ഭവിച്ചത് ദാവീദിന് ദൈവത്തോടുള്ള റിലേഷൻഷിപ്പിൽ നിന്നായിരുന്നു. വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പ്രിയ ദൈവമക്കളെ, വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ദൈവവുമായുള്ള റിലേഷൻഷിപ്പിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ് എത്രമാത്രം ഉണ്ടോ അത്രമാത്രം നമ്മുടെ വിശ്വാസവും വർദ്ധിക്കുവാനായിട്ടിടയാകും. ആമേൻ. അപ്പോൾ ദാവീദ് പറയുകയാണ്, എനിക്ക് ദൈവത്തിൽ ഒരുപാട് ദൈവവുമായുള്ള ബന്ധം ദാവീദിനുള്ളത് കൊണ്ട്, അപ്പന്റെ ഹൃദയം അറിയുന്നത് കൊണ്ട് ദാവീദിന് മനസ്സിലായി, ഞാൻ ഈ കാലം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്റെ കൂടെ വരുവാനായിട്ട് ഇടയായിത്തീരും. പിന്നെ ദാവീദ് എന്തുകൊണ്ടാണ് ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി തീരാനായിട്ട് ഇടയായത്? ദാവീദിന് ഒരു ഹാർട്ട് ഓഫ് റിപ്പന്റൻസ് ഉണ്ടായിരുന്നു. ആമേൻ. ദാവീദിന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ഏറ്റവും വലിയ പാപം ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ദൈവം ദാവീദിനെ കുറിച്ച് പറയുകയാണ്, അവന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. കാരണം ദാവീദിന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നപ്പോൾ, ദാവീദിന്റെ ജീവിതത്തിൽ ഒരു പാപം കടന്നു വന്നപ്പോൾ ദാവീദ് തയ്യാറല്ലായിരുന്നു അവിടെ ഇട്ടുകൊടുക്കാൻ. ദാവീദ് അവിടെ വീണുവെങ്കിലും വീണിടത്ത് കിടന്നില്ല. ദാവീദ് എന്ത് ചെയ്യുന്നു? അവിടെ എണീറ്റിട്ട് ദൈവത്തോട് പറഞ്ഞു, അപ്പാ എനിക്ക് തെറ്റുപറ്റി. തന്റെ തെറ്റു മനസ്സിലാക്കിയപ്പോൾ ദൈവത്തോട് റിപ്പന്റ് ചെയ്ത് മടങ്ങി വരുവാൻ ദാവീദ് തയ്യാറായതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദാവീദിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്, അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. 2, അവനൊരു ഹാർട്ട് ഓഫ് ഒബീഡിയൻസ് ഉണ്ടായിരുന്നു. 3, ഒരു ഹാർട്ട് ഓഫ് വർഷിപ്പ് ഉണ്ടായിരുന്നു. തന്റെ സ്ഥാനങ്ങളോ തന്റെ മാനങ്ങളോ ഒന്നും ദാവീദിനെ ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്തിയില്ല. കാരണം ദാവീദ് അവൻ തന്റെ പൊസിഷൻ എന്തുമായിക്കോട്ടെ, ആരുടെ മുന്നിലും ആയിക്കോട്ടെ, he don't care. അവൻ വർഷിപ്പിൽ അവൻ മുന്നിൽ നിൽക്കുമായിരുന്നു. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒരു ലോങ്ങിനെസ് ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ തന്നെ ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവസന്നിധിയിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആകാൻ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ അപ്പന്റെ ഹൃദയം അറിയുവാൻ, എന്റെ അപ്പന്റെ മനസ്സറിയുവാൻ, എന്റെ അപ്പന്റെ ഇഷ്ടം അറിയുവാൻ, ആ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ ദൈവം നമ്മളെ ഒരു ഇൻസ്ട്രുമെന്റ്സ് ആക്കി മാറ്റാനായിട്ട് ദാവീദ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചപ്പോൾ അവൻ എന്ത് പറ്റി?
അശുദ്ധാത്മാക്കൾ വിട്ട് ഓടിപ്പോകാനായിട്ട്. പ്രിയ ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ എന്റെ അപ്പന്റെ ഹൃദയത്തോട് ഞാനും നിങ്ങളും ചേർന്നിരിക്കാൻ തയ്യാറാണെങ്കിൽ, ദാവീദിനെ പോലെ ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാൻ, ഒരു ഉടമ്പടിയിലേക്ക് കടന്നു വരാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ, ദൈവത്തിന് നമ്മളെ ഒരു ഇൻസ്ട്രുമെന്റ് ആയി ഉപയോഗിക്കാനായിട്ട് കഴിയും. അതിന്റെ ദാവീദിനെ കുറിച്ച് പറയുകയാണ്, God was with him. ശൗല് ദാവീദിനെ എങ്ങോട്ടൊക്കെ അയച്ചിട്ടുണ്ടോ, യുദ്ധത്തിന് അയച്ചോ, ദാവീദ് അവിടെ ഒരു സക്സസ് ആയിരുന്നു. ദാവീദ് എവിടെയൊക്കെ കടന്നുപോയോ അവിടെ എല്ലാം ദാവീദ് ഒരു സക്സസ് ആയിരുന്നു. കാരണം എന്താണെന്നറിയോ? God was with him. കാരണം ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവം ദാവീദിനുണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ ഞാൻ നിങ്ങളും ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് ചേർന്നിരിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് ശൗലിനെ പറ്റിയതുപോലെ ഡിസൊബീഡിയൻസിലല്ല, ദൈവശബ്ദം കേട്ട് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ദൈവത്തോട് പറ്റിയിരിക്കുവാൻ, ദൈവത്തിന്റെ ഹൃദയം അറിയുവാൻ, അപ്പന്റെ മനസ്സറിയുവാൻ ഞാൻ നിങ്ങളും തയ്യാറാണെങ്കിൽ, നമ്മുടെ ലൈഫ്, നമ്മുടെ മിനിസ്ട്രി ഒരു സക്സസ് ആയി മാറുവാനായിട്ട് ഇടയാകും. ഈ ദിവസങ്ങളിൽ ദൈവം അതിന് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞാൻ വരുന്നു കുശിങ്കൽ സാരുക്ഷീണൻ കുരുടൻ സർവവും കുമ്പിടുന്നു
കർത്താവിന്റെ ദാസനെ കൂടി നാം കേട്ടു. നാം കേട്ട വചനത്തിന്റെ മുൻപാകെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. ശൗലിന്റെ ജീവിതത്തിൽ, ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ പ്രസാദിച്ചു, എങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ ദൈവം ഇഷ്ടപ്പെട്ടില്ല. പല ജീവിതങ്ങളും നാം ദൈവവചനത്തിൽ കൂടി മനസ്സിലാക്കുമ്പോൾ അനേക പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്തുവാൻ കഴിയുന്ന അനേക പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇന്ന് അങ്ങനെയുള്ള ചില പാഠങ്ങളാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ വ്യക്തമായി ദൈവം നമ്മോട് സംസാരിച്ചത്. ദൈവത്തിന്റെ സന്നിധിയിൽ അനുസരണത്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യതയുള്ളത്. ശൗല് ദൈവത്തോട് പറയുന്ന ആർഗ്യുമെന്റിൽ അനേക ആർഗ്യുമെന്റുകൾ അവിടെ നാം കാണുമ്പോൾ യാഗം എപ്പോഴും ഒരു റിച്വലാണ്. ദൈവം പ്രസാദിക്കുന്നത് നമ്മുടെ റിച്വൽസിലല്ല, നമ്മുടെ അനുസരണത്തിലാണ്. വളരെ വ്യക്തമായിട്ട് ആ ഒരു ദൂത് ഇന്ന് നാം കേട്ടു. നാം സ്റ്റബേണായിരിക്കുന്നവരായിട്ടല്ല, നാം ഒബീഡിയന്റ് ആയിട്ടായിരിക്കുന്നവർ, കർത്താവിന്റെ സന്നിധി വിശ്വസ്തരായിരിക്കുന്നവർ, ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുന്നവർ. നാം ദൈവത്തിന്റെ മുൻപാകെ അനേക ആർഗ്യുമെന്റും ഒക്കെ കൊണ്ടുവരാൻ കഴിയുമെങ്കിലും നമ്മുടെ ആർഗ്യുമെന്റ് ഒന്നും ദൈവസന്നിധി നിലനിൽക്കത്തില്ല. കർത്താവിന്റെ വാക്ക്, അവർ നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കൂടി പൂർത്തീകരിക്കപ്പെടുന്നത്. പലപ്പോഴും നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പരാജയപ്പെടും. ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം നമ്മുടെ സഭയിൽ നാം ഓരോരുത്തരായി വ്യക്തികളായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് ഫലവത്തായി തീരുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം ഏൽപ്പിച്ചു കൊടുത്ത് മുറ്റും ഞാൻ തെരഞ്ഞിത കർത്താവേ, നിന്റെ ആലോചനയുടെ മുൻപാകെ ഞാൻ എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു. നമുക്ക് ആ പാട്ടിന്റെ ചില അടികൾ ഒരു പ്രാവശ്യം കിടപ്പാടി ശേഷം പ്രിയാച്ചായം പ്രാർത്ഥിച്ച് ഇന്നത്തെ സഭായോഗം അവസാനിപ്പിക്കുക. മുറ്റും ഞാൻ തരുന്നില്ല അവിടുന്ന് ചരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിപ്പാനെ പാടുവാനെ എല്ലാം കൊടുത്തനായിരിക്കും.
കർത്താവേ യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മോനെ അനുഗ്രഹിക്കണേ എന്ന് അതിനെ പറ്റി കേൾക്കുവാൻ ഞങ്ങൾക്ക് നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. കർത്താവോട് ബലപ്പെടുത്തണേ, ശക്തിരിക്കണേ, സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുട്ടിക്കുന്ന എല്ലാ മക്കൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം കർത്താവേ കർത്താവെ കുടുംബമായിട്ട് വന്ന് കർത്താവിനെ കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയുടെ 3 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരും കർത്താവെ ഇവിടെ കൊണ്ടുവന്ന അവരുടെ വിജയത്തിന് നല്ല വഴി കൊടുക്കണേ. അങ്ങോട്ട് കർത്താദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു മാനമാകാൻ കർത്താവ് എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയോട് കർത്താവെ കർത്താവെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ചുറ്റോടുള്ള അയൽവാസികളെല്ലാം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥന. എല്ലാവരോടെയും സൗഖ്യമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഒരു ക്രിസ്ത്യാനിന്റെ രാജ്യത്തിന് വന്നവർക്ക് വേണ്ടി പ്രേരിതാരും കർത്താവ് സഹായിക്കണേ എന്ന് യാത്രകളായിരിക്കണേ. കർത്താവ് ആരോഗ്യത്തെ സൂക്ഷിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കർത്താവ് സഭയുടെ ഓർത്ത് പ്രാർത്ഥന മക്കളെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയുടെ പ്രദേശത്ത് ചുറ്റുപാട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൂക്ഷിപ്പാദാസിനെ ബലപ്പെടുത്തണേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ തന്നെയോട് കർത്താവെ കൊച്ചുകൂടത്തെ അത് പ്രത്യേകമ്പോൾ നടത്തിക്കാട്ട് കർത്താവെ നന്ദിയോട് സ്തോത്രം. അടുത്ത ആഴ്ച വരുവോളും മാൽവെച്ചുകളെ സർവേശ്വർ താൻ വലിയ അനുഗ്രഹത്തോടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. May God bless every one of you and may God